ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ക്വില്ലിംഗ് ആർട്ട് ചാർട്ട് പേപ്പറിൽ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിന്ന് ക്വില്ലിംഗ് ആർട്ട് ചാർട്ട് പേപ്പറിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറിനകത്ത് കട്ട് ചെയ്ത ചെറിയൊരു പീസും പിന്നെ അതുപോലെ തന്നെ ചാർട്ട് പേപ്പറിനകത്ത് കട്ട് ചെയ്ത പേപ്പർ സ്ട്രിപ്സുമാണ്. ഒരു നെയിം കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇന്ന് ചെയ്യുന്നില്ല, ഒരൊറ്റ ലെറ്റർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ലെറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതായത് എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് എടുത്തിരിക്കുന്നത്. എന്നാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചെയ്യുന്നത്, അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ ആദ്യം പേപ്പർ എടുത്തു, പിന്നെ നമ്മൾ സ്ട്രിപ്സ് ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലെറ്ററിൻ്റെ സൈസ് നോക്കിയിട്ട് വീണ്ടും സ്ട്രിപ്സ് കട്ട് ചെയ്തു. പിന്നെ ഗമ്മിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ചാർട്ട് പേപ്പറിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാർട്ട് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം, കാരണം അതിന് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ സ്ട്രിപ്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ A4 ഷീറ്റ് യൂസ് ചെയ്യേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാനിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യേണ്ട ആ ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ആ ലെറ്റർ അവിടെ എഴുതി കൊടുത്തത്. അതിനുശേഷമാണ് അത് നോക്കിയിട്ടാണ് പേപ്പറിൻ്റെ സ്ട്രിപ്സൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വച്ചു കൊടുത്തത്. ഇതേ അങ്ങനെ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഡിസൈനിങ് വർക്ക് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു റോസ് ഫ്ലവർ പോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഫ്ലവറും അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്സുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിതിനകത്ത് ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് ചെയ്തു പോവാണ്. അപ്പോൾ ഒരു സൈഡ് ഒരു കളറും മറ്റേ സൈഡ് വേറൊരു കളറും ആക്കിയിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലുള്ള നെയിം ആർട്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇതുപോലെ ക്വില്ലിംഗ് പേപ്പറിൽ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് കമൻറ്റ് വരുവാണെങ്കിൽ ഞാൻ അതിനകത്ത് ഒരു പേര് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്ക് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡിലും രണ്ട് കളറിൽ റോസ് ഫ്ലവർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുഞ്ഞു റോസസും ഇത്തിരി ലീവ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ലെറ്റർ സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിസൈനിങ് വർക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലെറ്റർ സെറ്റ് ചെയ്യുന്ന കാര്യം മാത്രമാണ്, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലീഫും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചാർട്ട് പേപ്പറിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഈസി ആയിട്ടെന്നല്ല, ഇത്തിരി പാടുണ്ട്, എന്നാലും നമുക്ക് ചാർട്ട് പേപ്പറിൽ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.